എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറുകിയ ചാറോട് കൂടിയിട്ടുള്ളൊരു ഒഴിച്ചുകൂട്ടാൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലുള്ള കഷ്ണങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കിത് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 പച്ചക്കായ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വാഴയ്ക്കയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ ചേന വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് കുമ്പളങ്ങ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുമ്പളങ്ങയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ വെള്ളരിക്ക യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഒരു മാങ്ങയുടെ ഒരു പകുതി ഭാഗം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് പച്ചമുളക് വേണം. അപ്പോൾ പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് വേണം എടുക്കാൻ. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് ഞാനിവിടെ ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിൽ വാളംപുളി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് വേണ്ടത് തൈരാണ്. അപ്പോൾ തൈര് ഞാൻ ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു തൈര് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനധികം പുളിപ്പുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു കറിയിലേക്ക് നമ്മൾ എടുക്കുന്ന തൈര് അധികം പുളിപ്പുണ്ടാവാൻ പാടില്ല. ഇനി അഥവാ നമ്മൾ എടുക്കുന്ന തൈരിന് പുളിപ്പ് കൂടുതലാണെങ്കിൽ ഒരു 1/2 കപ്പ് എടുത്താൽ മതി. ബാക്കിയുള്ളത് നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു കറിയിൽ നമ്മൾ 3 തരത്തിലുള്ള പുളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. തൈരും അതുപോലെ വാളൻപുളിയും പിന്നെ പച്ചമാങ്ങ, അങ്ങനെ 3 തരത്തിലുള്ള പുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഇതിൻ്റെ കൂടെ വേണ്ടത് തേങ്ങ ചിരകിയതാണ്. അപ്പോൾ തേങ്ങ ചിരകിയത് ഞാനൊരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാനൊരു മൺചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് വാഴയ്ക്കയും അതുപോലെ കുമ്പളങ്ങയും മാത്രം ഒന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് അതൊരു പകുതി വേവാകുമ്പോൾ പച്ചമുളകും അതുപോലെ മാങ്ങയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് തീ കത്തിച്ച് കൊടുക്കാം. ഇതിനി ഇവിടെ ഇരുന്ന് വെന്ത് വന്നോട്ടെ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഇതിലേക്ക് നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കറി നമ്മൾ വെളിച്ചെണ്ണ തന്നെ ചെയ്യണം, അതാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ അരി ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ ചോറൊക്കെ വയ്ക്കുന്ന അരി ചേർത്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതിപ്പം നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങയും അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി തേങ്ങ കുറേ അങ്ങോട്ട് വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി. അതിൽ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് പോയി കിട്ടണം. അതുപോലെ തന്നെ തേങ്ങയുടെ ഒരു റോ ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊന്ന് മാറിക്കിട്ടണം. ഇനി ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കാം. ഈ ഒരു സമയത്ത് ആ തേങ്ങയുടെയും അതുപോലെ അരിയുടെയും ഉഴുന്നിൻ്റെ ഒക്കെ കൂടെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇവിടെ വരുന്നത്. അപ്പോൾ തേങ്ങ ഏകദേശം വറവായി വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് മതി. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടികളായിട്ട് ഇത്രേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതിൻ്റെ ഒരു റോ ടേസ്റ്റ് ഉണ്ടല്ലോ, അത് മാറുന്നവരെ നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 3-4 വറ്റൽമുളകും കൂടെ ഈ സമയത്ത് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ പൊടികളുടെ ഒരു റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമ്മുടെ കഷ്ണങ്ങളൊക്കെ എന്തായെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ വാഴയ്ക്കയും അതുപോലെ കുമ്പളങ്ങയൊക്കെ ഒരു പകുതി വേവായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് പച്ചമുളകും അതുപോലെ മാങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി വീണ്ടും ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ വറുത്തെടുത്ത തേങ്ങയൊക്കെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നമ്മളിത് അരച്ചെടുക്കുമ്പോൾ ഇതിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല, അതിന് പകരം തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കിവിടെ മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ കഷ്ണങ്ങൾ വീണ്ടും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം.
അപ്പോൾ ഇതിൽ കൂടുതൽ വേവുള്ളത് വാഴയ്ക്കാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബാക്കിയുള്ളതൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ വാഴയ്ക്ക വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളിപ്പോൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ മിക്സിയുടെ ജാറൊന്ന് കഴുകിയിട്ട് ആ വെള്ളവും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇനി കറി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള വാളംപുളി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കുക. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വാളംപുളിയുടെ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു കറിക്ക് എന്തോരം പുളിപ്പ് വേണോ അതിനനുസരിച്ച് വേണം നമ്മളിതിൽ പുളി ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ നമ്മുടെ കറി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അവസാനം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ശർക്കരപ്പാനിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. പക്ഷേ മസ്റ്റായിട്ടും ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കണം. ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഇതുകൂടെ ചേരുമ്പോഴാണ് നമ്മുടെ കറിയുടെ ഒരു റിയൽ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്കൊന്ന് വറവിട്ടെടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോഴേക്കും കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 4-5 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി തീ ഓഫ് ചെയ്യാം. ഇതിന് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. 5 മിനിറ്റിന് ശേഷം മൂടിയൊന്ന് തുറന്നിട്ട് നമ്മൾ വറവിട്ടതൊക്കെ ഇതുപോലെ എല്ലാ സൈഡിലേക്കും ഒന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒഴിച്ചുകറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറിക്ക് ഇത്രയ്ക്ക് തന്നെ കുറുകൽ വേണ്ടാന്നുണ്ടെങ്കിൽ കറി തിളച്ച് വരുന്ന ഒരു സമയത്ത് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ലൂസാക്കി എടുത്താൽ മതി. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല വീഡിയോയുമായി കാണുന്നവരെ ബൈ.